ചരിത്രം കുറിച്ച് പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് ബിരിയാണി ചലഞ്ച്. കല്ലിക്കണ്ടി മണിമുട്ടിക്കുന്നിൽ 11 ഏക്കർ സ്ഥലത്തൊരുങ്ങുന്ന പാക്കഞ്ഞി കുഞ്ഞബ്ദുള്ള ഹാജി മെമ്മോറിയൽ സ്റ്റിംസ് വില്ലേജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഫണ്ട് സമാഹരണം ലക്ഷ്യമാക്കിയാണ് ചരിത്രം കുറിച്ച ബിരിയാണി ചലഞ്ച് നടന്നത്. കൂത്തുപറമ്പ് മണ്ഡലം മുസ്ലിം ലീഗ് പ്രവർത്തകരും വനിതാ ലീഗ് പ്രവർത്തകരും കൈമെയ് മറന്ന് അധ്വാനിച്ചാണ് വമ്പൻ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. 1 ലക്ഷത്തിലധികം ബിരിയാണി രാവിലെ മുതൽ ഓർഡർ പ്രകാരം തയ്യാറാക്കി നൽകി. കൂത്തുപറമ്പ് മണ്ഡലം വനിതാ ലീഗ് മണ്ഡലം കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ചിന് ചുക്കാൻ പിടിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു. അന്ന് 54,000-ഓളം ബിരിയാണിയാണ് നൽകിയത്. രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ നല്ല പ്രതികരണമാണ് ബിരിയാണി ചലഞ്ചിന് ലഭിച്ചതെന്ന് കൂത്തുപറമ്പ് മണ്ഡലം വനിതാ ലീഗ് പ്രസിഡന്റ് MTK സുലൈഖ പറഞ്ഞു. വർഷം 1 ലക്ഷം ബിരിയാണി എന്ന ടാർഗറ്റോടുകൂടി പ്രവർത്തന മേഖലയിൽ ഇറങ്ങുകയും 1 മാസത്തെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായി ഞങ്ങൾ വനിതാ ലീഗും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇന്നതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. 1 ലക്ഷം ബിരിയാണി എന്ന ടാർഗറ്റ് പൂർത്തിയാക്കിയത് മാത്രമല്ല, ബിരിയാണി പല വീടുകളിലും ഈ ഒരു സമയമാകുമ്പോഴേക്ക് 8:30 മണി എന്ന ഈ ടൈം ആകുമ്പോഴേക്ക് പല വീടുകളിലും ബിരിയാണി എത്തിക്കഴിഞ്ഞ് പുലർച്ചെ 4 മണിയോടെ പാചകം പൂർത്തിയായിരുന്നു. രാവിലെ 7 മുതൽ തുടങ്ങിയ ബിരിയാണി വിതരണം 12 മണിയോടെ പൂർത്തിയായി. നെച്ചിക്കാട്ടിൽ ഗ്രൗണ്ടിലാണ് ബിരിയാണി 400 അടുപ്പുകളിലായി പാചകം ചെയ്തത്. സംസ്ഥാന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റും സ്റ്റീംസ് ചെയർമാനുമായ പൊട്ടങ്ങാണ്ടി അബ്ദുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബിരിയാണി ചലഞ്ചാണ് നടത്തിയതെന്നും 1 കോടി രൂപയാണ് ലക്ഷ്യമിട്ടതെങ്കിലും അതിലും കൂടുതൽ സമാഹരിക്കാനായതായി കൂത്തുപറമ്പ് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് PPS സലാം പറഞ്ഞു. 35 കോടി രൂപ ചിലവിൽ 11 ഏക്കർ സ്ഥലത്ത് സൗജന്യ ക്യാൻസർ രോഗ ചികിത്സാ കേന്ദ്രം, 100 രോഗികൾക്ക് ഒരേ സമയം ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം, ബുദ്ധിവൈകല്യമുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ കേന്ദ്രം എന്നിവയാണ് ഒരുങ്ങുന്നത്. പ്രയാസപ്പെടുന്നവരെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മനുഷ്യരെന്ന നിലയിൽ അവരെ ചേർത്ത് പിടിക്കുകയാണ് സ്റ്റീംസിന്റെ ലക്ഷ്യമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ് പറഞ്ഞു. ജില്ലാ ലീഗ് സെക്രട്ടറി TP മുസ്തഫ, മുൻ പാനൂർ നഗരസഭാ ചെയർമാനും സ്റ്റീംസ് സെക്രട്ടറിയുമായ വിനാസർ മാസ്റ്റർ, PTH സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ MA അമീർ അലി, നസീമ ചാമാളിയിൽ, സാജിദ ഇസാഖ് എന്നിവരും മുസ്ലിം ലീഗ് കൗൺസിലർമാരും പഞ്ചായത്ത് ഭാരവാഹികളും പ്രവർത്തകരും നേതൃത്വം നൽകി.